എടുത്തുകൊണ്ട് പോടാ, നിന്റെ ആക്കിയും ആക്കിയാതാവും എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു മണിക്കൂറിൽ. എന്താ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചാറ്റിൽ പറയുന്നത്? അടിവസ്ത്രം മുതൽ ചൂരൽമലയിലെ വയനാട്ടിലെ പാവങ്ങളുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് 10,000 5,000 ഈ സർവൈവറിൽ നിന്ന് പണം പിരിച്ചിട്ട് അവരെ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് പണം കൊടുത്ത കേരളത്തിലെ പാവങ്ങളെ പറ്റിച്ച് ലക്കി ഡ്രോയിൽ അവർക്ക് സമ്മാനം കൊടുത്ത ഈ മാതിരി പ്രവർത്തകർ, ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം, അതിനെ ന്യായീകരിക്കാൻ നേരത്ത് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാൻ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്നുള്ള ബഷീറിന്റെ പ്രയോഗമാണ് ഓർമ്മ വരിക. ആ ഇതിഹാസ സമാനമായ പ്രസക്തിയാണ് നമ്മളുടെ മുമ്പിൽ വീണ്ടും പണം പടർത്തി നിൽക്കുക. നമ്മൾ കാണുന്നത് എന്താണ്? സമീകരണങ്ങളുണ്ടോ? ഇതിപ്പോൾ സംഭവിച്ചതാണോ? ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്ത് തേങ്ങാക്കൊല എന്നാണ് പറയുന്നത്? എവിടുത്തെ ബെഞ്ച് മാർക്ക്? 2022 വന്ന പരാതിയോ? നമ്മുടെ നാട്ടിൽ അല്പജ്ഞാനമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർ അറിയാമല്ലോ. AICC ആഫീസിന് വാതക്കൽ വന്ന് ഒരു പാർലമെന്റ് മെമ്പറും മകളും പൊട്ടിക്കറന്ന് നിലവിളിച്ചു, ഇല്ലേ? എന്തായിരുന്നു AICC ആഫീസിന്റെ പ്രതികരണം? കേരളത്തിൽ 2 പ്രധാനപ്പെട്ട മീഡിയ ചാനലുകൾ ജോലി ചെയ്യുന്ന 2 മാധ്യമ പ്രവർത്തകർ, വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചാനലും മറ്റൊന്ന് മാർക്ക് റേറ്റിംഗിൽ പ്രഥമ സ്ഥാനം അവകാശപ്പെടുന്ന മറ്റൊരു ചാനലും. അവരുടെ പരാതി എന്തായിരുന്നു? അതിന്റെ തുടർച്ചയിൽ പ്രസാധക രംഗത്തുണ്ടായിരുന്ന ഇവരുടെ അനുഭവങ്ങൾ ഇവർ തന്നെ പറഞ്ഞു. പ്രവാസി എഴുത്തുകാരിയായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ സാംസ്കാരിക പ്രവർത്തകരുടെ അനുഭവം അവർ തന്നെ പറഞ്ഞു. സിനിമ ചലച്ചിത്ര മേഖലയിൽ ജോലി ചെയ്തെടുക്കുന്ന മരിക്കുന്നതും വരെ കോൺഗ്രസ് ആയിരിക്കുമെന്ന് ഇപ്പോഴും പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പിതൃതുല്യം കാണുന്ന മറ്റൊരാളുടെ പ്രതികരണം അവർ തന്നെ പറഞ്ഞു. അതുമുതൽ എത്രയെത്ര ആളുകളുടെ പ്രതികരണങ്ങൾ, എത്രയെത്ര ആളുകളുടെ അനുഭവങ്ങൾ. എന്നിട്ടാണ് പറയുന്നത് ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ട് പോടാനിന്റെ ആക്കിയും ആക്കിയാതോ എന്ന് ബഷീറിനെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് ഈ കേസിലേക്ക് വരുമ്പോഴോ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താണ് ആങ്കർ മനസ്സിലാക്കേണ്ടത്? ഇയാൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചല്ലോ. എങ്ങനെയാണ് ഇദ്ദേഹം വിജയിച്ചത്? ഇദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ പൂർവികരുടെ തറവാട്ട് മഹിമ കണ്ട് പാലക്കാട്ടുകാർ വോട്ട് ചെയ്തതാണോ? വോട്ട് ചെയ്തത് കൈപ്പത്തിക്കാണ്, വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. ആ പാനലിലാണ് ഇപ്പോൾ നിയമസഭാ അംഗമായി പാർലമെന്ററി പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇയാൾ ഇപ്പോഴും തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങൾ മുതൽ ഇവിടെ സൂചിപ്പിച്ച ചലച്ചിത്ര താരങ്ങളെ വരെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ള എക്സിബിഷനിസത്തിന് സോഷ്യൽ മീഡിയയിലെ അടിമ സംഘത്തിന്റെ കാലാൽപ്പടക്ക് ഇപ്പോഴും എല്ലും തീറ്റഭക്ഷണവും കൊടുത്തിട്ട് ഇദ്ദേഹം പരിപാലിപ്പിക്കുന്നത് ആരുടെ ചെലവിലാണ്? ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ തറവാട്ടിന്റെയോ പൂർവികരുടെയോ മുത്തശ്ശിമാരുടെയോ എല്ലാം കോൺഗ്രസിന്റെ ചെലവിലാണ്. നമ്മൾ മനസ്സിലാക്കണം. അന്തസ്സുണ്ടെങ്കിൽ അവിടെ നിന്ന് തൂക്കിയെറിഞ്ഞ് കളഞ്ഞിട്ട് വേണം ബെഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇമാതിരി ആക്കിയും ആക്കിയാതും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ.